നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഒരു കാര്യം പറയാനായിട്ടാണ്. അത്യാവശ്യമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, പറയേണ്ടതാണ്. അപ്പോൾ സ്വന്തം അഭിപ്രായമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പറയുന്ന ഒരാളെന്ന നിലയിൽ ഈ വിഷയം പറയണമെന്ന് തോന്നി. ഇത് പോസ്റ്റായിട്ട് എഴുതിയിടാതെ പറയണമെന്ന് തോന്നി. പ്രധാനമായിട്ട് എൻ്റെ സ്വകാര്യമായ കാര്യങ്ങളല്ല, എൻ്റെ പേഴ്സണൽ വിഷയങ്ങൾ പറയുന്നതിനേക്കാൾ പൊതുവായിട്ടുള്ളൊരു കാര്യം ആദ്യം പറയാം. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ 2 ദിവസമായിട്ട് ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ടൊരു ഒരു പ്രശ്നം നമ്മളുമായി ബന്ധപ്പെട്ടത് നടക്കുന്നുണ്ട്, ഞാനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ വിഷയം ആദ്യം പറയണമെന്ന് തോന്നി. അതിൻ്റെ അഭിപ്രായം പറയണമെന്ന് തോന്നിയത് കൊണ്ട് ഇന്നലെ എഴുതണമെന്ന് തോന്നി. അപ്പോൾ എഴുതണമെന്ന് തോന്നിയപ്പോഴത്തേക്കും അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പല കാര്യങ്ങളെക്കുറിച്ച് പറയണം. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ എൻ്റെ പ്രശ്നത്തെക്കുറിച്ചായിരിക്കും ഞാൻ പറയുന്നത്, എനിക്കതിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചായിരിക്കും പറയുന്നത്. പക്ഷേ അതിനെ പഠിച്ച് പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം. സർക്കാർ ഞങ്ങളോട് ചെയ്യുന്ന നീതിയോ അനീതിയോ എന്ന്, അനീതിയാണോ നീതികേടാണോ എന്നാണ് ആദ്യത്തെ ചോദ്യം. ഈ മാറി മാറി വരുന്ന സർക്കാരുകൾ, ഇപ്പോൾ കഴിഞ്ഞ സർക്കാരായാലും ശരി, ഈ സർക്കാരായാലും ശരി, മാറി മാറി വരുമ്പോൾ അവരുടെ ഭരണത്തിലോട്ട് പോകുമ്പോൾ അവർ പല രീതിക്ക് മാറ്റങ്ങൾ കൊണ്ടുവരും, ഭരണ സംവിധാനങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. അപ്പോൾ അതിലൊന്നും നമുക്ക് എതിരഭിപ്രായം പറയാൻ പറ്റില്ല. കാരണം ഒരു സർക്കാർ നടത്തിപ്പിന് വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം പുറത്ത് നിന്ന് കുറ്റങ്ങൾ മാത്രം പറയുന്ന ആൾക്കാർക്ക് എന്തും പറയാൻ പറ്റും. ഇപ്പോൾ കോൺഗ്രസ് സർക്കാരായാലും LDF സർക്കാരായാലും അവർ ചെയ്യുന്നതിൻ്റെ നല്ല വശം കാണാതെ എല്ലാത്തിനെയും വിമർശിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. രണ്ടാമത്, ഈ വിഷയം അവരെ ഒട്ടും ബാധിക്കാത്ത ചില മനുഷ്യരുണ്ട്. അവർ രാഷ്ട്രീയം മാത്രം മുന്നിൽ നിർത്തി പറയും. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അത് ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഉണ്ട്. വ്യക്തമായ രാഷ്ട്രീയ അനുഭാവമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഡിസബിലിറ്റി ഉള്ള ഭിന്നശേഷിക്കാരുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു രാഷ്ട്രീയവും ഇല്ല. ഒരു അസുഖം വന്നാൽ, എപ്പോഴും പറയുന്ന കാര്യം, ഒരു അസുഖം വന്നാൽ നമുക്ക് ഒരാളും ഇല്ല നമ്മളെ നോക്കാൻ. അപ്പോൾ ആരെങ്കിലുമൊക്കെ കൈകളിൽ ആയിരിക്കും നമ്മുടെ ഇത് പോകുന്നത്. അപ്പോൾ സർക്കാർ സംവിധാനങ്ങളെയോ മാറി മാറി വരുന്ന ഒരു സർക്കാർ സംവിധാനങ്ങളെയോ നമ്മൾ കുറ്റം പറയേണ്ടതില്ല. പക്ഷേ നമുക്ക് തരുന്ന ബുദ്ധിമുട്ടുകൾ പറയാം. ഇന്നലെ ഒരു തീരുമാനം സർക്കാർ കൊണ്ടുവന്നത്, പിന്നെ സഹകരണ ബാങ്ക് വഴി പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നത്, ക്ഷേമ പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നത് സഹകരണ ബാങ്ക് വഴി നിർത്തിയിട്ട് ഇനി മറ്റ് ബാങ്കുകൾ വഴി ലഭിക്കുന്നവർക്ക് ലഭിക്കും. വീടുകളിൽ കൊടുക്കുന്നത് സഹകരണ ബാങ്ക് വഴിയാണല്ലോ വീടുകളിൽ കൊടുക്കുന്നത്. അത് ഒഴിവാക്കിയിട്ട് കൊടുക്കും. അപ്പോൾ എല്ലാ പിന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇതൊരു വലിയ വാർത്തയായി കൊടുത്തുകൊണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, വലിയ ബുദ്ധിമുട്ടാണല്ലോ എന്നാലോചിച്ചു. അപ്പോൾ നമ്മളെ സംഘടനയിലെ പത്രക്കുറിപ്പിൻ്റെ ഇത് ഇട്ടു. അപ്പോൾ പത്രക്കുറിപ്പിന് ഇട്ടപ്പോഴത്തേക്കും പോകാൻ പറ്റാത്തവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും രോഗാവസ്ഥയിലുള്ളവർക്കും വീടുകളിൽ തന്നെ കൊടുക്കും. അതിന് ഒരു സംവിധാനം സർക്കാർ തന്നെ കണ്ടെത്തും. അല്ലാത്തവർക്ക് ബാങ്കുകളിൽ പോയി തന്നെ വാങ്ങണമെന്ന്. അപ്പോൾ ഇന്നലെ മുതൽ പ്രതിപക്ഷവും ഭരണപക്ഷത്തിരിക്കുന്ന ആൾക്കാർ പറയുന്നത് അത് വളരെ നല്ല കാര്യമായി. കുറേ പേര് പറ്റിക്കുന്നുണ്ട്, കുറേ പേര് പിന്നെ ബാങ്കിൽ നിന്ന് കള്ളം പറഞ്ഞ് പൈസ എടുക്കുന്നുണ്ട്, സഹകരണ ബാങ്ക് വഴി പെൻഷൻ്റെ പൈസ എടുത്ത് മറിക്കുന്നുണ്ട്, അതൊക്കെ പറയുന്നുണ്ട് ഭരണപക്ഷം. പ്രതിപക്ഷം പറയുന്നത് ഞങ്ങളുടെ സർക്കാരിൻ്റെ കാലത്ത് വീടുകളിൽ കൊടുത്തിരുന്ന അങ്ങനെ ഒരു നല്ല കാര്യം കൂടി ഇല്ലാതാക്കി കളഞ്ഞു എന്നാണ്. അപ്പോൾ അതിനെ ബാധിക്കപ്പെട്ട മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ വിഭാഗത്തെ മുൻനിർത്തി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ് ഇന്ന് പറയുന്നത്. ഈ വീഡിയോ നീണ്ടുപോയാലും നിങ്ങൾ ക്ഷമിക്കണം. എനിക്ക് 10 പേരെങ്കിലും കണ്ടാൽ മതി, എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ ഞാൻ ബാങ്ക് വഴി വാങ്ങിക്കുന്ന ആളാണ്. അപ്പോൾ ഇന്നൊരു പ്രതിപക്ഷ ഇതുള്ള ഒരാൾ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നതിൽ ഭരണപക്ഷത്തിരിക്കുന്ന അവരുടെ അനുഭാവികൾ ഒരുപാട് പേര് കമൻ്റ് ഇടുന്നു, കട്ടുമുടിച്ചത് മതി എന്ന് പറയുന്നു. ഇപ്പോൾ എന്തായി എന്ന് പ്രതിപക്ഷം ചോദിക്കുന്നു. ഇവരിൽ 2 കൂട്ടരും രാഷ്ട്രീയമാണ് പറയുന്നത്. ഇവർക്ക് 2 കൂട്ടർക്ക് രാഷ്ട്രീയമാണ്. അനുഭവിക്കപ്പെടുന്നത് നമ്മളാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ ബാങ്ക് വഴിയല്ല, വീട്ടിലാണ് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വീട്ടിൽ കിട്ടുന്നതാണ് എളുപ്പം. എനിക്ക് അത് പിന്നെ ബാങ്കിൽ കിട്ടണം. പക്ഷേ എന്നെപ്പോലെയുള്ള എല്ലാവർക്കും വീട്ടിൽ കിട്ടും എന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അല്ല, സർക്കാർ കൊടുക്കില്ല എന്നല്ല പറഞ്ഞേക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി. രാവിലെ നമ്മുടെ ഭിന്നശേഷിക്കാരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും സംസാരിക്കുന്ന ജെറിൻ ഞാനിവിടെ മെൻഷൻ ചെയ്യാം വീഡിയോയിൽ. ജെറിൻ എല്ലാ കാര്യങ്ങളും അത് പറയേണ്ട രീതിയിൽ, കരയുന്ന കുഞ്ഞിനെ പാലുള്ളതല്ലേ, പറയേണ്ട രീതിയിൽ ജെറിൻ പറയാറുണ്ട്. അപ്പം ജെറിനൊരു പോസ്റ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയി കമൻറ്റ് ഇട്ടു. അതിന് മുന്നേ കുറേ പേർക്ക് ഞാൻ ഇങ്ങനെ പോയി. അപ്പം സർക്കാർ ഒരു കാര്യം ചെയ്തപ്പോൾ, അത് നല്ലത് ചെയ്തപ്പോൾ കുറ്റം പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ വീടുകളിൽ ഡിസബിലിറ്റി ഉള്ളവരോ തീവ്ര രോഗാവസ്ഥയിലുള്ളവരോ ഇല്ല. അതുകൊണ്ടാണ് അവർ പറയുന്നത്. അപ്പോൾ ജെറിൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ എനിക്കിങ്ങനെ ഒരു വീഡിയോ ആക്കി ചെയ്യണമെന്ന് തോന്നി. ഞാൻ ജെറിനൊരു വീഡിയോ ആക്കി ചെയ്തുകൂടെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ചിലരൊക്കെ പറയുന്നത് പോസ്റ്റായിട്ട് എഴുതിയിരുന്നതാണ് നല്ലത്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. അപ്പോൾ ഞാൻ ജെറിൻ്റെ പോസ്റ്റ് എടുത്ത് വെച്ചിട്ട് അതുമായി ബന്ധപ്പെടുത്തി ഞാൻ പറയാമെന്ന് വെച്ചു. ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കി അതുവഴി കൊടുത്തു എന്ന് വെച്ച് പ്രശ്നം പരിഹരിക്കപ്പെടുന്നതല്ല.
അതൊരു ആ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. പ്രത്യേകിച്ച് വാർദ്ധക്യ ജനൻ്റെ വാക്കുകൾ വായിക്കണേ. പ്രത്യേകിച്ച് വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും ശാരീരിക അവശതകളുള്ള ഡിസേബിൾഡ് വ്യക്തികൾക്കും ATM ഉപയോഗിച്ച് പണം പിൻവലിക്കുക, പിൻ നമ്പർ കൈകാര്യം ചെയ്യുക, ബാങ്കിങ് നടപടിക്രമങ്ങൾ മനസ്സിലാക്കുക തുടങ്ങിയ കാര്യങ്ങൾ എളുപ്പമായിരിക്കണമെന്നില്ല. പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാർ പറയും ഇതിനെല്ലാം വീട്ടിൽ ആൾക്കാരില്ലേ എന്ന് ചോദിക്കും. കാരണം അവരുടെ വീട്ടിൽ ഇങ്ങനെ ഒരാളില്ല, അതുകൊണ്ടാണ് അവർക്കത് പറയാൻ പറ്റുന്നത്. അനുഭവസ്ഥർ പറയില്ല കേട്ടോ. അതുപോലെ തന്നെ ഫോൺ ബാങ്കിങ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, UPI തുടങ്ങിയ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ അറിയാത്ത നിരവധി ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവരുടെ മുന്നിലുള്ള മാർഗ്ഗം എന്താണ്? മറ്റൊരാളെ ആശ്രയിക്കുക എന്നതാണ്. ഇതിപ്പോൾ നമ്മളുമായി ബന്ധപ്പെടാത്ത, നമ്മളുമായി ഇതില്ലാത്ത എല്ലാവരും പറയാം എന്താ മറ്റുള്ളവരെ ആശ്രയിച്ചാൽ എന്ന് ചോദിക്കേ. ഇതാരെയും സംശയിക്കുന്നതിന് പ്രശ്നം, ആശ്രയിക്കുന്നതിൻ്റെ ഇതല്ല. പെൻഷൻ തുക വാങ്ങിയാൽ ഞാനൊരു സംഭവമായി മാറിപ്പോയി. മറ്റൊരാളെ ആശ്രയിക്കുക. സ്വയം ബാങ്കിൽ പോയി പണം പിൻവലിക്കാൻ കഴിയാത്ത ഒരാൾ മറ്റൊരാളെ ബാങ്കിലേക്ക് ATM നൽകി അയച്ചാൽ പെൻഷൻ തുക വാങ്ങിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. പക്ഷേ പണത്തിൻ്റെ കാര്യത്തിൽ മറ്റൊരാളെ പൂർണ്ണമായി ആശ്രയിക്കാൻ കഴിയുന്നു. പെൻഷൻ തുക വാങ്ങി വരാൻ ഏൽപ്പിച്ച വ്യക്തി മുഴുവൻ തുകയും കൃത്യമായി തിരികെ നൽകുന്നില്ലാവർക്കും ഉറപ്പുണ്ടോ? പ്രായമായ അമ്മമാർക്ക് 2000 രൂപ കിട്ടുമെന്ന് വിചാരിച്ചോ. അവരുടെ മക്കളോ അല്ലെങ്കിൽ ചെറുമക്കളോ ആരെങ്കിലും കൈ കൊടുത്തു വിടുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യും? മക്കളോ ചെറുമക്കളോ അവരുടെ ചിലവിനൊക്കെ അവർക്ക് എടുത്താൽ ഈ വയസ്സായവർക്ക് അത്ര കിട്ടണമെന്നില്ല. അതിനെ അങ്ങനെ കണ്ടാൽ മതി. ഒരു സംശയത്തിൻ്റെ കടലിൽ അതിനെ കാണണ്ട. അതേസമയം ഇതാരെയും സംശയിക്കുന്നതല്ല. സ്വന്തം പണം കൈകാര്യം ചെയ്യുന്നതിൽ പോലും മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യം. ഈ ആശ്രയത്വം നമുക്ക് കൂട്ടിക്കൊണ്ട് വരുന്ന ഒരവസ്ഥയിലോട്ട് അത് പോകുന്നുണ്ട്. അതേസമയം മറ്റൊരാളെ പറഞ്ഞയച്ചാൽ ബാങ്കിൽ നിന്ന് നേരിട്ട് പെൻഷൻ വാങ്ങിക്കൊണ്ട് വരാമല്ലോ എന്നത് പ്രായോഗികമായ പരിഹാരമല്ല. ബാങ്കിൻ്റെ നിയമങ്ങളും നടപടിക്രമങ്ങളും അതിൽ അനുവദിക്കുന്നുണ്ടോ എന്നത് പ്രത്യേകം പരിശോധിക്കേണ്ടതുണ്ട്. പൂർണ്ണമായും കിടപ്പിലായ രോഗികൾക്ക് വീടുകളിൽ പെൻഷൻ എത്തിക്കുന്ന സംവിധാനം തുടരുമെന്നാണ് സർക്കാർ പറഞ്ഞു. ഇപ്പോൾ അങ്ങനെ സർക്കാരിന് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു വ്യക്തി പൂർണ്ണമായും കിടപ്പിലല്ല എന്നതുകൊണ്ട് മാത്രം അയാൾക്ക് ബാങ്കിൽ പോയി പണം പിൻവലിക്കാൻ കഴിയുമെന്നത് ശരിയാണോ? അങ്ങനെ ശരിയാണോ? അത് വീൽ ചെയർ ഉപയോഗിക്കുന്ന ഒരാൾക്ക് ബാങ്കിലേക്ക് പോകാൻ കഴിയുമെങ്കിലും അവിടെ എത്തിയ ശേഷം ATM ഉപയോഗിക്കാൻ സാധിക്കണമെന്നില്ല. ബാങ്ക് കെട്ടിടം അക്സസിബിൾ അല്ലായിരിക്കാം. ATM ഉയരത്തിലായിരിക്കാം. ക്യൂവിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകാം. കൈകളുടെ ചലന പരിമിതി കാരണം കാർഡ് ഉപയോഗിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകാം. ഇവയെല്ലാം കിടപ്പ് രോഗിയല്ല എന്ന ഒറ്റ മാനദണ്ഡത്തിൽ ഉൾപ്പെടുത്തി ബാങ്കിങ് സംവിധാനത്തേക്ക് മാറ്റുന്നത് നീതിയുക്തമാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ കിടപ്പ് രോഗികളും അല്ല, അവർക്ക് വീട്ടിൽ കൊടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യിപ്പിച്ചാണ് ജെറിൻ്റെ ചോദ്യം. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവരുടെ കാര്യവും പ്രധാന പ്രശ്നമാണ്. വാണിജ്യ ബാങ്കുകളിലെ അക്കൗണ്ട് വഴി പെൻഷൻ നൽകുന്ന രീതിയിലേക്ക് മാറുകയാണെങ്കിൽ നിലവിൽ ഇത്തരം ബാങ്കുകളിലെ അക്കൗണ്ട് ഇല്ലാത്ത പെൻഷൻ ഗുണഭോക്താക്കളുടെ കാര്യം എന്താകും? അവർക്ക് മുൻകൂട്ടി അറിയിപ്പ് നൽകിയിരുന്നു. പുതിയ ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നതിനുള്ള മതിയായ സമയം നൽകിയിരുന്നു. അക്കൗണ്ട് എങ്ങനെ തുറക്കണം, എന്തെല്ലാം രേഖകൾ വേണം, പെൻഷൻ അക്കൗണ്ടിലേക്ക് മാറുന്നതിന് എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ സഹായം നൽകിയിരുന്നു. ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായ ആശയക്കുഴപ്പം നിലനിൽക്കുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് സംവിധാനം മാറ്റുന്നത് എത്രത്തോളം പ്രായോഗികമാണ്? മാറ്റം കൊണ്ടുവരുന്നതിന് മുമ്പ് ഓരോ ഗുണഭോക്താവിനും ആവശ്യമായ വിവരം നേരത്തെ നൽകിയിരുന്നെങ്കിൽ അവർക്ക് ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്താൻ കഴിയുമായിരുന്നു. വീടുകളിൽ പെൻഷൻ എത്തിക്കുന്നതിനായി ബന്ധപ്പെട്ട വ്യക്തികൾക്ക് നൽകേണ്ട ഇൻസെൻറ്റീവ് ഒഴിവാക്കുന്നതിലൂടെ സർക്കാരിന് സാമ്പത്തിക ബാധ്യത കുറയ്ക്കാൻ കഴിയും. അതിൽ പ്രധാനമായ കാരണമായി പറയുന്നത് അതാണ്. സർക്കാരിൻ്റെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കേണ്ടതിന് ആവശ്യകത മനസ്സിലാക്കാം. പക്ഷേ സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഒരു സാധാരണ സാമ്പത്തിക ഇടപാടല്ല. വാർദ്ധക്യം, രോഗം, ശാരീരിക അവശത തുടങ്ങിയ കാരണങ്ങളാൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ ചെറിയൊരു സാമ്പത്തിക സുരക്ഷയാണ് ഈ പെൻഷൻ. അതുകൊണ്ട് തന്നെ ഇത്തരം പദ്ധതികളിൽ ഒരു മാറ്റം കൊണ്ടുവരുമ്പോൾ ആദ്യം പരിഗണിക്കേണ്ടത് സർക്കാരിന് എത്ര പണം ലാഭിക്കാം എന്നതിന് പകരം പെൻഷൻ വാങ്ങുന്ന അവസാന വ്യക്തിക്ക് ഇത് എത്രത്തോളം എളുപ്പവും സുരക്ഷിതവുമാണ് എന്ന ചോദ്യമായിരിക്കണം. ഇന്ന് ബാങ്കിംഗ് രംഗത്ത് വലിയ സാങ്കേതിക മുന്നേറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. UPI, മൊബൈൽ ബാങ്കിംഗ്, ATM, ഇൻ്റർനെറ്റ് ബാങ്കിംഗ് തുടങ്ങിയവ തമ്മിൽ പലരുടെയും ജീവിതം എളുപ്പമാക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും ഇത് ഒരുപോലെ എളുപ്പമല്ല. ഒരു സാധാരണ വ്യക്തിക്ക് ഫോൺ ഉപയോഗിച്ച് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ പണം പിൻവലിക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്യുന്നത് വളരെ ലളിതമായിരിക്കാം. എന്നാൽ 70 80 വയസ്സുള്ള ഒരു വയോധികന് അതേ കാര്യം ഒരു വെല്ലുവിളിയുമായിരിക്കാം. കാഴ്ചക്കുറവ്, കൈകളുടെ ചലനപരിമിതി, ഓർമ്മക്കുറവ്, സാമ്പത്തിക പരിജ്ഞാനമില്ലായ്മ, ശാരീരിക അവശത തുടങ്ങിയുള്ളവർക്ക് ഡിജിറ്റൽ ബാങ്കിംഗ് എല്ലായ്പ്പോഴും പരിഹാരമാകണമെന്നില്ല. സാങ്കേതിക വിദ്യയെ എല്ലാവർക്കും ലഭ്യമാക്കുക എന്നതാണ് ഉൾക്കൊള്ളുന്ന ഭരണത്തിൻ്റെ ലക്ഷ്യം. സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ കഴിയാത്തവരെ അതിൻ്റെ പേരിൽ പുറത്താക്കുകയല്ല. സാമൂഹ്യ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് മാറ്റം കൊണ്ടുവരുന്നതിന് മുമ്പ് സർക്കാർ കുറച്ച് കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ബാങ്കിൽ പോകാൻ കഴിയാത്തവർക്കും ATM ഇല്ലെങ്കിൽ ഡിജിറ്റൽ സംവിധാനം ഉപയോഗിക്കാൻ കഴിയാത്തവർക്കും വാണിജ്യ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് എന്താണ് ബദൽ സംവിധാനമെന്ന് വീട്ടിലെത്തിച്ച് പെൻഷൻ നൽകുന്നതിന് അർഹത നിശ്ചയിക്കുമ്പോൾ കിടപ്പിലാണോ അല്ലയോ എന്നത് മാത്രമല്ല വ്യക്തിയുടെ യഥാർത്ഥ ശാരീരിക പരിമിതിയും പരിഗണിക്കേണ്ടതല്ലേ. അക്കൗണ്ട് തുറക്കേണ്ടവർക്ക് മുൻകൂട്ടി അറിയിപ്പ് നൽകേണ്ടതില്ലേ. പുതിയ സംവിധാനം പൂർണ്ണമായി നടപ്പാക്കുന്നതിന് മുമ്പ് മതിയായ ഒരു ട്രാൻസാക്ഷൻ പീരീഡ് നൽകേണ്ടതില്ലേ. പെൻഷൻ തുക സുരക്ഷിതമായി ഗുണഭോക്താവിൻ്റെ കയ്യിൽ എത്തുമെന്ന് ഉറപ്പാക്കാൻ പ്രത്യേക സംവിധാനം ഒരുക്കേണ്ടതില്ലേ. ഇത്തരം ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ലഭിക്കേണ്ടതുണ്ട്. പെൻഷൻ അക്കൗണ്ടിൽ എത്തിയെന്ന് സർക്കാർ രേഖകളിൽ കാണുന്നത് മാത്രം മതിയാകില്ല. ആ തുക യഥാർത്ഥ ഗുണഭോക്താവിന് സുരക്ഷിതമായി ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണ് പ്രധാനം. സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഒരു ആനുകൂല്യം മാത്രമല്ല, ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ചെറിയൊരു സാമൂഹിക സുരക്ഷയാണ്. അതുകൊണ്ട് തന്നെ ചെലവ് കുറയ്ക്കുന്നതിനുള്ള ഭരണപരമായ തീരുമാനം എടുക്കുമ്പോഴും അതിൻ്റെ ഏറ്റവും വലിയ ആഘാതം ഉണ്ടാകാൻ സാധ്യതയുള്ളത് ആരിലാണെന്ന് സർക്കാർ ആദ്യം ചിന്തിക്കണം. വാർദ്ധക്യവും രോഗവും ശാരീരിക അവശതകളും കാരണം ഇതിനകം തന്നെ നിരവധി പരിമിതികൾ നേരിടുന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്ക് പുതിയൊരു ബുദ്ധിമുട്ട് കൂടി എഴുതി കൂട്ടിച്ചേർക്കുന്നതിന് മുമ്പ് സർക്കാർ ഒരിക്കൽ കൂടി ആലോചിക്കണം. ഇപ്പോഴും ഈ മാറ്റത്തെക്കുറിച്ച് ഗുണഭോക്താക്കളുടെ വ്യക്തമായ ധാരണയില്ല. അതുകൊണ്ട് തന്നെ പല ഭാഗത്തുനിന്നും ചോദ്യങ്ങളും ആശങ്കകളും വിമർശനങ്ങളും ഉയരുന്നുണ്ട്. അവയെ എതിർപ്പുകളായി മാത്രം കാണാതെ ഗുണഭോക്താക്കളുടെ യഥാർത്ഥ ആശങ്കകളായി സർക്കാർ പരിഗണിക്കണം. പെൻഷൻ എവിടെ എത്തുന്നു എന്നതിലുപരി അത് ആരുടെ കൈകളിൽ എത്തുന്നു, എങ്ങനെയാണ് എത്തുന്നത്, അത് ലഭിക്കാൻ അവർ മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ടോ എന്നതും സർക്കാർ ഗൗരവമായി പരിശോധിക്കണം. കാരണം സാമൂഹ്യക്ഷേമത്തിൻ്റെ യഥാർത്ഥ അർത്ഥം പണം വിതരണം ചെയ്യുന്നതിൽ അവസാനിക്കുന്നതല്ല, അത് അർഹനായ മനുഷ്യൻ്റെ കൈകളിൽ സുരക്ഷിതമായി എത്തുമ്പോഴാണ് സാമൂഹ്യക്ഷേമം പൂർണ്ണമാകുന്നത്. ഇത് ജെറിൻ പറഞ്ഞതാണ് കറക്റ്റ്. ഇതിപ്പോൾ ജെറിൻ്റെ പോസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്ത് കൊടുത്തിരിക്കാം.
നമ്മളുമായി ബന്ധപ്പെട്ട ആൾക്കാർ മാത്രമേ ഇത് വായിക്കുകയുള്ളൂ. ഭരണപക്ഷത്തിന് വേണ്ടി പോർവിളി നടത്തുന്ന ആൾക്കാർ ഇതൊന്നും വായിക്കേണ്ട കാര്യമല്ല. അവർക്ക് രാഷ്ട്രീയമാണ് മുഖ്യം. സർക്കാർ നല്ലൊരു കാര്യമാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ സർക്കാർ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതല്ലായിരുന്നോ? ചെയ്യുമ്പോൾ നമ്മളെപ്പോലുള്ള സംഘടനകൾ, നമുക്കൊക്കെ സംഘടനകളുണ്ടല്ലോ, എല്ലാ ഡിസംബർ 21 സെക്ഷനിലും സംഘടനകളുണ്ട്. അപ്പോൾ ഈ സംഘടനകളിലെ ആൾക്കാരുമായിട്ടൊരു ചർച്ച സർക്കാർ നടത്തേണ്ടതല്ലായിരുന്നോ? അല്ലെങ്കിൽ നടത്തിയിരുന്നോ? അതിനെക്കുറിച്ചൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറയട്ടെ. ഒരു സർക്കാർ സംവിധാനത്തിൽ ഒരു ഇത് ചെയ്തുകൊണ്ടിരുന്നൊരു പ്രവൃത്തിയിൽ മാറ്റം വരുമ്പോൾ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് തന്നെയാണ്, പ്രത്യേകിച്ച് സാമൂഹ്യക്ഷേമ പെൻഷൻ ആകുമ്പോൾ. അപ്പോൾ അതൊക്കെ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ പറയുന്നതിനേക്കാൾ മുഖ്യമന്ത്രി പറഞ്ഞ് അതിന് ക്ലാരിഫിക്കേഷൻ കിട്ടുമ്പോൾ ഈ ആൾക്കാരുടെ പ്രശ്നങ്ങൾ കുറയും. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇപ്പോൾ കിട്ടുന്ന ബാങ്ക് വഴിയുള്ള പെൻഷൻ വളരെ ഉപകാരപ്രദമാണ്. വീടുകളിൽ കൊണ്ട് കൊടുക്കുന്നതിന് മുന്നേ ബാങ്കിലെത്തും. അതുകൊണ്ട് പെൻഷൻ വാങ്ങിക്കുന്നവരെ, ബാങ്ക് വഴി വാങ്ങിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, പെൻഷൻ ബാങ്ക് വഴി ആക്കുന്നത് കൊണ്ട് വളരെ ഉപയോഗപ്രദമാണ് ഒരുപാട് പേർക്കും. പക്ഷേ ജെറിൻ പറഞ്ഞതുപോലെ ഈ അവസ്ഥകളിലുള്ള ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാണ്. എനിക്ക് എപ്പോഴാണോ സർക്കാർ പെൻഷൻ ഇടുന്നത് ആ നിമിഷം തന്നെ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വരുന്നുണ്ട്. അത് എനിക്ക് ഉപയോഗപ്പെടുന്നുണ്ട്. എനിക്കത് ഭയങ്കര യൂസ്ഫുള്ളാണ്. എനിക്ക് വീട്ടിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ എന്നെപ്പോലുള്ള കുറേ പേര് ചേച്ചി എനിക്ക് വീട്ടിലാണ് കൊണ്ടുവരുന്നത് ചേച്ചി എന്ന് പറയാറുണ്ട്. അത് എനിക്ക് കിട്ടി 1.5 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ യൂസ്ഫുള്ളായ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു വിഷയമാണ് ഇന്ന് പറയാനിരുന്നത്. ഈ വിഷയം ഒരുപാട് പേർക്കൊന്നും ദഹിക്കുന്നതില്ല. ഇത് ഇരുന്ന് എന്തോന്ന് പറയുന്നത്, ഇവിടെ ആര് സാമൂഹ്യക്ഷേമ പെൻഷൻ മേടിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർ ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് പറയണം. ജെറിൻ്റെ പോസ്റ്റ് കൃത്യമായും വായിക്കണം. ജെറിൻ പറഞ്ഞത് കറക്റ്റാണ്. ജെറിൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്യപ്പെടണം. ഇത് സർക്കാർ തലങ്ങളിലേക്കുള്ള ഉദ്യോഗസ്ഥരിലേക്ക് എത്തണം. കാരണം ജെറിൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ റാമ്പുകൾ ജെറിൻ പോയി അവിടെ ഇല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കി സംസാരിച്ച് അവിടെ റാമ്പ് ഉണ്ടാക്കി ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ജെറിനെ പോലുള്ള ആൾക്കാരോട് നമ്മളെപ്പോലുള്ള മനുഷ്യർ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ വേസ്റ്റാണ് ഒരുപാട് ആൾക്കാർക്ക്. അത് എല്ലാവർക്കും നമ്മൾ വേണ്ടുന്ന ആൾക്കാരല്ല. പക്ഷേ നമ്മളെപ്പോലെയുള്ള ആൾക്കാർ ആവശ്യമുള്ള കുറച്ച് മനുഷ്യരെങ്കിലും ഉണ്ടല്ലോ ഈ സമൂഹത്തിലെ ആൾക്കാർ. ഇപ്പോൾ സഹകരണ ബാങ്ക് വഴിയുള്ള കള്ളത്തരം കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കിടന്ന് പറയുന്നത്. പക്ഷേ അവർ പറയുന്നത് അല്ല ശരി, അനുഭവസ്ഥർ പറയുന്നതാണ് ശരി. ഞാൻ അപ്പോഴും പറയുന്നു, എനിക്ക് ബാങ്ക് വഴിയാണ്, എനിക്ക് ബാങ്ക് വഴി കിട്ടുന്നതാണ് നല്ലത്. ഇന്നെപ്പോലെ പറ്റാത്ത ആൾക്കാരുണ്ട്, അവരുടെ കാര്യമാണ് പറയുന്നത്. പിന്നെ കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനിൽ ഞാൻ ഇന്നലെ മീറ്റിങ്ങിന് പോയിരുന്നു. എത്ര മനുഷ്യരാണ് അവിടെ ലോൺ എടുക്കാൻ വരുന്നത്, ലോണിൻ്റെ കാര്യത്തിന് വരുന്നത്. സ്വയം തൊഴിൽ വായ്പ, വാഹന വായ്പ, ഭവന വായ്പ, അങ്ങനെ 3 വായ്പകളും അവിടെ ലഭ്യമാണ്. അപ്പോൾ ഈ വായ്പകൾക്ക് നൽകുന്ന സ്വയം തൊഴിൽ വായ്പയ്ക്ക് കൃത്യമായി അടച്ചാൽ അതിൻ്റെ സബ്സിഡി ലഭിക്കുന്നതാണ്. അപ്പോൾ കുറേ പേര് പറയും കോർപ്പറേഷൻ വഴിയുള്ള ലോണ് ചില ആൾക്കാരൊക്കെ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഒരിക്കലുമല്ല. ഇന്നലെ എറണാകുളത്തുനിന്ന് ഇടുക്കിയിൽ നിന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് അവിടെ ആൾക്കാരുണ്ടായിരുന്നു. കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. എനിക്ക് ലോൺ അവിടെ നിന്ന് കിട്ടിയിട്ടാണ് ഞാൻ നൈമിത്തം നമ്മൾ ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ 2017 ഞാൻ ആദ്യമായി കേരള സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷൻ, വികലാംഗക്ഷേമം പറഞ്ഞുകൂടാ, ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനിൽ പോയി. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കും അവിടെ കണ്ടതും ഞാനിപ്പോൾ പോകുമ്പോൾ കാണുന്നതായ കാഴ്ചകൾ നിങ്ങൾ അവിടെ പോയൊന്ന് കണ്ടു നോക്കണം. എന്തൊക്കെ ചെയ്തു സർക്കാർ, എന്തൊക്കെ ചെയ്തില്ല എന്ന് നമുക്ക് കാണാം. അപ്പോൾ കഴിഞ്ഞ സർക്കാരായാലും ഈ സർക്കാരായാലും സാമൂഹ്യക്ഷേമത്തിൽ എന്തൊക്കെ ചെയ്തു എന്നത് നമുക്ക് കാണാം. നമ്മൾ കാണണം. നമ്മൾ അനുഭവസ്ഥരാണ്. ഞാൻ അനുഭവസ്ഥയാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് തന്നെ നമ്മുടെ ലോണിൻ്റെ കാര്യത്തിൽ നീക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ എൻ്റെ സ്വന്തം വിഷയമായ വീടെന്നൊരു സ്വപ്നത്തിലോട്ട് കടക്കണം. അതിന് നിങ്ങളൊപ്പം ഉണ്ടായിരിക്കണം. നമുക്ക് ചെറിയ ലോൺ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, വലിയ ലോണൊന്നും എടുക്കാൻ പറ്റില്ല. ഈ ചെറിയ ലോൺ വഴി നമ്മൾ എടുത്താൽ എനിക്കറിയാമല്ലോ, എനിക്ക് നമുക്ക് അങ്ങനെ നമ്മളെ കടം വന്നാൽ തീർക്കാൻ നമുക്ക് അങ്ങനെ ആരുമില്ല. നമ്മളെല്ലാവരും കഠിനമായി അധ്വാനിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഈ ഒരു മധ്യവയസ്സിനോട് അടുത്തവരായി വരുന്നവരല്ലേ. അപ്പോൾ വലിയ കടം വരുത്തി വെച്ചാൽ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം. ഈ വീഡിയോ ഒരു 100 പേര് കണ്ടാൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വിഷയങ്ങൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ പറയാം. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ വന്നതാണ്. ഒരുപാട് ഇഷ്ടത്തോടെ. ടാറ്റാ.